പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസി ജനകോടികൾ അവരെന്തായാലും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്ത്. സൂറത്തുൽ മസദാണത്. ആശയം എന്താണെന്നറിയോ? പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത അവിടുത്തെ മൂത്താപ്പ തന്നെയായ അബൂലഹബിനെ വിമർശിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സൂറത്താണ്. നോക്കൂ, നിങ്ങൾ എത്രയോ കോടിക്കണക്കിന് മനുഷ്യന്മാർ ആ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു, ഇനി ഓതാനിരിക്കുന്നു. അപ്പോഴൊക്കെ അബൂലഹബിന് ഈ ശാപം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു കാരണം? മുത്ത് നബിയെ വിമർശിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്നാലേ ഇതേ അബൂലഹബ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ചില ആളുകൾ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചത്രേ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് അല്ലാഹു കണക്കാക്കിയത് നരകം തന്നെയാണ്. പക്ഷേ ഒരു ആശ്വാസമുള്ളതേ, എല്ലാ തിങ്കളാഴ്ചകളിലും എൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ ശുദ്ധജലം കിട്ടും. അത് കുടിക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമുണ്ട്. കാരണം ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബി എൻ്റെ അനുജൻ്റെ മോൻ പിറന്ന സമയത്തെ ആ സന്തോഷ വാർത്ത അറിയിച്ച് എന്നിലേക്ക് വന്ന അടിമ പെണ്ണിനെ ഞാൻ ആ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? മോചനം കൊടുത്തു, സ്വതന്ത്രയാക്കി. അതാണ് ഈ എല്ലാ തിങ്കളാഴ്ചകളിലും ശുദ്ധജലം നരകത്തിലായിരുന്നിട്ടും എനിക്ക് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് വരുന്നതേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആൻ വിമർശിച്ചുകൊണ്ട് ഖുർആൻ ആയത്തുകൾ ഇറക്കിയ അബൂലഹബിനെ പോലും നരകത്തിൽ പരിഗണിക്കുന്നതേ മുത്തിനെ അവിടുത്തെ ജന്മം കൊണ്ട് സന്തോഷിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ പിന്നെ ഈ വിശ്വാസി കോടികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പ്രിയപ്പെട്ടവരെ. ഇന്നലെ മുതൽ തന്നെ എത്രയോ ആളുകളാണ്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പ്രായമായ ആളുകൾ, രോഗികൾ, അവരൊക്കെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ജന്മം കൊണ്ട് വല്ലാത്ത സന്തോഷത്തിലാണ്. റാലിയിലാണ് നിൽക്കുന്നു, നേർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരുങ്ങുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ എല്ലാവരും തയ്യാറെടുപ്പിലാണ്. ഈ മാസം തീരുന്നത് വരെ ഓരോ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. പാതിരാ കഴിഞ്ഞാലും ഓരോ കുരുന്നു മക്കളും അവർ മുത്തുനബിയെ പറഞ്ഞും പരിചയപ്പെടുത്തിയും പ്രഭാഷണങ്ങളിലൂടെയും വരകളിലൂടെയും വരികളിലൂടെയും പാട്ടുകളായും പറച്ചിലായും അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ കുഞ്ഞുമക്കളെയൊക്കെ മുത്തുനബി കാണില്ല, പടച്ചോൻ കൈവടിയും എന്നാണോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, തങ്ങളെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. മുസ്തഫായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, മോനെ, ഖിയാമത്ത് നാൾ സംഭവിക്കും, ഉറപ്പാണ്. പക്ഷേ ആ അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണയുടെ നാളുകൾ ആരംഭിക്കും. എൻ്റെ മോൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അയാൾ മറുപടി പറയാണ്, ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുക്കിയിട്ടൊന്നുമില്ല, പറയത്തക്ക രീതിയിലുള്ള നിസ്കാരങ്ങളില്ല, സ്വതക്കകളില്ല, അമലുകളില്ല. പക്ഷേ ഒന്നെനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഹബീബായ പൊന്നു മുസ്തഫയാകുന്ന അങ്ങയോട് എനിക്ക് അടങ്ങാത്ത പ്രേമമാണ് തങ്ങളെ. എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ള ഇഷ്കും മഹബത്തും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കാകെ പറയാനുള്ള ഒരു സൽക്കർമ്മം, ഒരു ഇബാദത്ത് അത് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ പൊന്നു മുസ്തഫ അയാൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്, മോനെ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ ദുനിയാവിൽ സ്നേഹിക്കുന്നത്, അയാളുടെ കൂടെ തന്നെയായിരിക്കും നാളെ സ്വർഗ്ഗലോകത്തും എന്ന്. അല്ലാഹു തആല നമുക്കും ആ ഭാഗ്യം നൽകുമാറാവട്ടെ. ധാരാളം പറഞ്ഞും കേട്ടും പരിചയപ്പെട്ടും മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കെടുക്കണം. അതിന് പറ്റിയ ഒരവസരമാണിത്. ധാരാളം വായിക്കണം നമ്മൾ, ധാരാളം കേൾക്കണം നമ്മൾ. എങ്കിലേ ഹബീബായ പൊന്നു മുസ്തഫ ആരാണെന്നറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നേതാവിനെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പഠിക്കുക? ആ നേതാവിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർ പോലും പിന്നീട് അവിടുത്തെ ഏറ്റവും കടുത്ത അനുയായികളായി മാറുന്ന, വിശ്വാസികളായി മാറുന്ന കാഴ്ചയാണ്
ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇകഴ്ത്താൻ വേണ്ടി സിനിമ ഇറക്കിയ ആളുകൾ പിന്നീട് മുസ്ലിമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടത്തേക്ക് ഇതിൽ കാർട്ടൂൺ വരച്ച ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കണ്ടു. അവിടുത്തെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ആളുകൾ, സ്റ്റേജും പേജും നീക്കി വെച്ച ആളുകൾ, അവരൊക്കെ പിന്നീട് പൊന്നു മുസ്തഫാൻ്റെ ഏറ്റവും കടുത്ത അനുയായിയായി മാറുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുള് ലോകത്ത് ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം സൂറത്തുൽ ളുഹയിൽ അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണിത്. വറഫഅനാ ലക ദിക്റക, തങ്ങളെ അങ്ങേ ഞാൻ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും, അങ്ങയുടെ ദറജ ഉയർത്തിക്കൊണ്ടേയിരിക്കും, അങ്ങയുടെ പാടി പുകഴ്ത്തലുകൾ ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത്. അള്ളാഹു തആല അവിടുത്തെ മഹബത്ത് വെക്കുന്ന ആ വലിയ ശൃംഖലയിൽ ഒരു കണ്ണിയാവാൻ നമുക്കും ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.